ടെൻസ് എന്ന് പറയുന്നത് ടൈം റിലേറ്റഡ് ആണ്. ടൈം കാണിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ലീനിയർ ആണ് ടൈമിൽ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ലൈഫിൻ്റെ ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നതെന്ന് വെച്ചോ. നമ്മൾ നടന്നു വന്നതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്നത് പാസ്റ്റ്. നമ്മൾ എപ്പോഴാണ് നിൽക്കുന്നത് പ്രസൻറ്റ്. നമ്മൾ ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫ്യൂച്ചർ. ഓക്കെ, അപ്പം ഇത് അറിയാം. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ടെൻസ് എന്ന് പറയുന്ന സംഗതി ഉള്ളത്. അപ്പോൾ അതിനിപ്പോൾ ഇംഗ്ലീഷ് ഒരു ഇൻഫ്ലക്ഷണൽ ലാംഗ്വേജ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് വരും. ഇൻഫ്ലക്ഷണൽ ലാംഗ്വേജ്, ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മലയാളം, ഇപ്പം വന്നു എന്ന് പറയുന്ന വേർഡ്, അത് നമുക്ക് അതിൽ തന്നെ മാറ്റം ഉണ്ടാക്കാം. വരും, വരുന്നു, ഇങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഇംഗ്ലീഷിലാക്കുമ്പോൾ നമ്മൾ വാക്ക്ഡ് എന്നൊക്കെ ആക്കുമെങ്കിലും അതിന്റെ കൂടെ നമ്മൾ കുറെ അഡീഷൻസ് വരും. ഓക്സിലറി ഒക്കെ നമുക്ക് ചേർക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇനി നമുക്ക് പ്രസന്റ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബേസിക്കലി ഈ പ്രസന്റ് വരുമ്പോഴത്തേക്ക് ടെൻസ് ഫോംസ് ഉണ്ടല്ലോ. ടെൻസ് ഫോംസ് നമുക്ക് 4 ഉള്ളത്. സിമ്പിൾ, ഒന്ന് സിമ്പിൾ, നമ്പർ 2 കണ്ടിന്യൂസ്, നമ്പർ 3 പെർഫെക്റ്റ്, നമ്പർ 4 പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇതിൽ നമുക്ക് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിക്കണ്ട, കാരണം ഈ കണ്ടിന്യൂസും പെർഫെക്റ്റും കൂടി ചേർന്ന് വരുന്നതാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് വന്നിട്ട് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ ഫ്യൂച്ചർ. ഇങ്ങനെ ഈ ഒരു 12 ഫോംസ് നമ്മൾ പഠിച്ച് ഇങ്ങനെ വെച്ചേക്കും. അപ്പോഴാണ് നമുക്ക് കോംപ്ലിക്കേഷൻ വരുന്നത്. നമ്മൾ അത് എടുക്കുന്നില്ല. നമ്മൾ ഈ 3 സംഭവങ്ങൾ മാത്രം എടുക്കുകയാണ്. ഓക്കെ, ഈ വേർഡ്സിൽ തന്നെ സംഭവം, ഇതിന്റെ ഐഡിയ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ വേർഡ്സിൽ തന്നെ സംഗതികളുണ്ട്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, ടെൻസ് എഴുതിയല്ലോ നമ്മൾ. ടെൻസ് അഫക്റ്റ് ചെയ്യുന്നത് എന്തിനെ മാത്രമാണ്? വേർബിനെ മാത്രമാണ്. വേർബ് എന്ന് പറയുമ്പോൾ ഓക്സിലറി വേർബും വരും, പ്ലസ് മെയിൻ വേർബും വരും. വേർബ് എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ഷനും സ്റ്റേറ്റിനെയും കാണിക്കുന്നതാണ് വേർബ് എന്ന് പറയുന്നത്. പ്രവൃത്തി അല്ലെങ്കിൽ ഒരു അവസ്ഥ കാണിക്കും, അതിനാണ് വേർബ് എന്ന് പറയുന്നത്. ഈ ടെൻസ് അഫക്ട് ചെയ്യുന്ന വേർബിന് മാത്രമാണ്. ഓക്സിലറി വേർബ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വേർബ്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, നമ്മുടെ വേർബിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. അതിനെ 2 കാറ്റഗറൈസ് ചെയ്യും. മെയിൻ ഓക്സിലറീസ് എന്നും മോഡൽ ഓക്സിലറീസ് എന്നും പറഞ്ഞിട്ട് 2 മോഡൽ MADAL മോഡൽ എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 2. ഇപ്പം മെയിൻ ഓക്സിലറീസ് എന്ന് പറയുന്നത് ബി ഫോംസ് വരും, ഹാവ് ഫോംസ് വരും, ഡു ഫോംസ് വരും. ഇത്രയാണ് വരുന്നത്. ബി ഫോംസ് എന്ന് പറയുമ്പോൾ പ്രസന്റിലാകുമ്പോൾ ഈസ്, ആർ. പാസ്റ്റിലാകുമ്പോഴത്തേക്ക് അത് വാസും വേറുമായിട്ട് മാറും. ഹാവ് ഫോംസ് എന്ന് പറയുമ്പോൾ ഹാവ്, ഹാസ് പ്രസന്റ്, ആഡ് പാസ്റ്റ്. ഡു ഫോം ആകുമ്പോഴത്തേക്ക് ഡൂം, ഡസ് പ്രസന്റ്, ഡിഡ് പാസ്റ്റ്. ഇതാണ് ഇതിന്റെ മെയിൻ ഓക്സിലറീസ് എന്ന് പറയുന്ന സംഭവം. ഇനി മോഡൽ ഓക്സിലറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് വിൽ, വുഡ്, ഷോൾ, ഷുഡ്, ക്യാൻ, കുഡ്. പിന്നെ ഏതൊക്കെയുള്ളത്? വിൽ, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, need, dare, ought to, used to. ഇപ്പോൾ 24 ആയി നോക്കിയേ. 1 2 3 4 5 6 7 8 10 11 12 13 14 15 16 17 18 19 20 21 22 23 24. ഇതാണ് ഓക്സിലറീസ് എന്ന് പറയുന്നത്. ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇതിന് മെയിൻ ഓക്സിലറീസ് ഉണ്ടാവും, മോഡൽ ഓക്സിലറീസ് ഉണ്ടാവും.
ഇനി നമുക്ക് ടെൻസ് അഫക്റ്റ് ചെയ്യുന്ന ഈ സംഭവങ്ങൾ മാത്രമേ ടെൻസ് അഫക്റ്റ് ചെയ്യുള്ളൂ. ബാക്കി ഒന്നിനെയും ടെൻസ് അഫക്റ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ദ ക്യാറ്റ് ഈസ് ഓൺ ദ വാൾ. ഈസ് അല്ല, ഈസ് സിറ്റിംഗ് ആണ് പറഞ്ഞത്. ഈസ് സിറ്റിംഗ് ഓൺ ദ വാൾ. ഇത് പ്രസന്റ് ആണ്. ഇത് നമ്മൾ പാസ്റ്റ് ആക്കുമ്പോൾ ദ ക്യാറ്റിന് ഒരു ചേഞ്ചും ഇല്ല. ഈസ് നമുക്ക് സിമ്പിൾ പ്രസന്റിൽ പറയാം, കണ്ടിന്യൂസ് ആയിട്ട്. ദ ക്യാറ്റ് സിറ്റ്സ് ഓൺ ദ വാൾ. ഓക്കെ, ഇതേ സെൻറ്റൻസിനെ ഇതിപ്പോൾ പ്രസന്റ് ആണ്. ഇതേ സെൻറ്റൻസിനെ ഞാൻ പാസ്റ്റ് ആയി കഴിഞ്ഞാൽ ദ ക്യാറ്റ് സിറ്റ് മാത്രം മാറും. സാറ്റ് ഓൺ ദ വാൾ. ബാക്കി എല്ലാം സെയിം ആണ്. ഇനിയുണ്ട് ദ ക്യാറ്റ്. ഇനി ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേർബിന് ഫ്യൂച്ചർ ഫോം ഇല്ല ഇംഗ്ലീഷിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ വിൽ യൂസ് ചെയ്യും അല്ലെങ്കിൽ ഷോൾ യൂസ് ചെയ്യും. ഇത് ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ വരുന്നതാണ്. വില്ലും ഷോളും തമ്മിൽ മുന്നേ ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം ഈ ഫസ്റ്റ് പേഴ്സൺ സിംഗുലറൊക്കെ ഐ ഒക്കെ വരുമ്പോൾ ഐ ഷോൾ എന്ന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. പണ്ട് അങ്ങനെ റൂൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ റൂളില്ല. നമ്മൾ ബേസിക്കലി നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന വില്ല് തന്നെയാണ്. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഐ വില്ല് എന്ന് പറഞ്ഞാൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. ഷോൾ എന്ന് തന്നെ പറയണമായിരുന്നു. ഇപ്പം നമ്മൾ ഐയുടെ കൂടെ വില്ല് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം അങ്ങനെ വലിയൊരു ഡിഫറൻഷിയേഷൻ ഒന്നും ഇല്ല അത്. അപ്പോൾ ഇത് ക്യാറ്റ് വിൽ. പിന്നെ ഈ വിൽ, ഇതെല്ലാം മോഡൽ ഓക്സിലറീസ് ആണല്ലോ. ഈ മോഡൽ ഓക്സിലറീസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേർബിൻ്റെ വി ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വി ഫോം എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ റൂട്ട് ഫോം. അപ്പോൾ വേർബിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വി ഉണ്ട്, V1 ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ട്, V4. വേർബിന് ഡിഫറെൻറ്റ് എക്സാമ്പിൾ എഴുതുമ്പോൾ പറഞ്ഞുതരാം. വി ഉണ്ട്, V1 ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ട്, V4 ഉണ്ട്. വേർബിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റൈറ്റ്, ഇത് പ്യുവർ ഫോമാണ്, ബേസ് ഫോമാണ്. ഇതിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതാണ് വി എന്ന് പറയുന്നത്, വേർബിൻ്റെ പ്യുവർ ഫോം. ഇതിൻ്റെ കൂടെ നമ്മൾ V1 ആകുമ്പോഴത്തേക്ക് ഡു അല്ലെങ്കിൽ ഡസ് നമ്മൾ ആഡ് ചെയ്യും. V1 ആകുമ്പോൾ എന്ന് വെച്ചാൽ ഈ V1 റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രസൻറ്റിനെയാണ്. ഡു ഡസ് ആഡ് ചെയ്യുമ്പോൾ ഈ റൈറ്റിൻ്റെ കൂടെ നമുക്ക് ഡു ആഡ് ചെയ്താൽ റൈറ്റ് എന്ന് തന്നെ കിട്ടും. റൈറ്റിൻ്റെ കൂടെ നമ്മൾ ഡസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ്സ് എന്ന് കിട്ടും. V1 ആകുമ്പോൾ പ്രസന്റ് ആകുമ്പോൾ ഇത് പ്ലൂറലും ഇത് സിംഗുലറും ആണ്. ഇപ്പോൾ ഐ അല്ലെങ്കിൽ ഇപ്പോൾ ദേ വെച്ച് പറഞ്ഞിട്ട് ദേ ഡാഷ് എ ലെറ്റർ, ഹി ഡാഷ് എ ലെറ്റർ. ഇവിടെ ഈ റൈറ്റ് ചേർക്കുകയാണെങ്കിൽ ദേ കഴിഞ്ഞിട്ട് ഏത് ചേർക്കും? റൈറ്റ്. ദേ കഴിഞ്ഞാൽ ഡു. ദേ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഇപ്പോൾ അതിൽ ഡു ആണ് വരേണ്ടത്. ഡു. ദേ റൈറ്റ് എ ലെറ്റർ. ഹി ആകുമ്പോഴത്തേക്ക് ഡസ് ഫോം ചേർക്കുന്നു. അപ്പോൾ ഹി റൈറ്റ്സ് എ ലെറ്റർ. ഇതിൽ എക്സെപ്ഷൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഐ വരുമ്പോൾ നമ്മൾ ഡു ഫോമേ ചേർക്കുള്ളൂ. ഐ റൈറ്റ്സ് എന്ന് പറയില്ല, ഐ റൈറ്റ് എ ലെറ്റർ എന്നേ പറയുള്ളൂ. സോ ഇതാണ് ഡൂവും ഡസും. അപ്പോൾ ഇത് പ്രസന്റ് ആണ്. ഈ എഴുതിയിരിക്കുന്ന 3 സെന്റൻസും പ്രസന്റ് ആണ്. ദേ റൈറ്റ് എ ലെറ്റർ, ഹി റൈറ്റ്സ് എ ലെറ്റർ, ഐ റൈറ്റ് എ ലെറ്റർ. ഇത് പ്രസന്റ് ആണ്. ഈ V2 എന്ന് പറയുന്ന പാസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഡിഡ് ആണ് ചേർക്കുന്നത്. ഡിഡ് ചേർക്കുമ്പോൾ റൈറ്റ് എന്തായിട്ട് മാറും? റോട്ടായിട്ട് മാറും. റൈറ്റ്സ് ആയാലും റോട്ടായിട്ട് മാറും. അതിൽ ഡിഡ് മാത്രമേ ചേർക്കുള്ളൂ. ഇത് രണ്ടുമേ ഉള്ളൂ ടെൻസ്. V1 ഉം V2 മാത്രമേ ഉള്ളൂ ടെൻസ്. ഇത് വേർബിൻ്റെ അടുത്ത ഫോമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് റിട്ടേൺ ആയിട്ട് മാറും. റിട്ടേൺ എന്ന് പറയും. ഈ V4 എന്ന് പറയുമ്പോൾ ഇത് ING ഫോമാണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. അപ്പോൾ റൈറ്റിംഗ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതിനൊരു പ്രശ്നമുണ്ട്. റിട്ടേണും റൈറ്റിങ്ങും V3 ഉം V4 ഉം ടെൻസ് ഫോം അല്ല. ഓക്കെ, നമുക്ക് ടെൻസ് അല്ല, ടെൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. കാരണം പ്രസന്റും പാസ്റ്റും മാത്രമേ നമുക്കുള്ളൂ. ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ടെൻസ് ഫോം വേർബിന് ഇല്ല. അപ്പോൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഇത് പ്രസന്റ് പാർട്ടിസിപ്പിളാണ്. ഇതിന് രണ്ടിനും ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഹൈലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഓക്സിലറി വെച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഇതിലുള്ള ഏതെങ്കിലും ഓക്സിലറി വെച്ചിട്ട് ഇതിലുള്ള ഏതെങ്കിലും ഓക്സിലറി വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഇത് വെച്ചല്ല, ഈ മെയിൻ ഓക്സിലറി വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് മീനിങ് ഇല്ല, അല്ലെങ്കിൽ അത് സ്ട്രക്ചറലി കറക്റ്റ് ആവില്ല. ഫോർ എക്സാമ്പിൾ, ദ ക്യാറ്റ് സിറ്റിംഗ് ഓൺ ദ വാൾ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് അല്ല. കാരണം ING വന്നിട്ടുണ്ട്. ING വരുമ്പോൾ ING അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ING വന്നു കഴിഞ്ഞാൽ നമ്മൾ ബി ഫോം വെച്ചാണ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ബിയുടെ ഏതെങ്കിലും ഒന്ന്. പ്രസന്റ് ആണെങ്കിൽ ഇവിടെ ക്യാറ്റ് സിംഗുലർ ആയതുകൊണ്ട് ഈസ്. ഇവിടെ ക്യാറ്റ്സ് എന്ന് വന്നു കഴിഞ്ഞാൽ ആറായിട്ട് മാറും. ഓക്കെ, ഇനിയിപ്പം V3 എടുത്ത് നോക്കാം. ഇതാ ഈ സിറ്റിംഗ് കുറച്ചും കൂടെ എളുപ്പം, മീൻസ് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവം പറഞ്ഞുതരാം. ഇപ്പോൾ എന്ത് പറയാൻ പറ്റും, ഈറ്റ് എടുക്കാം. ഈറ്റ് എന്ന് പറയുന്ന വേർബ്, ദ ക്യാറ്റ് ഈറ്റ്സ് ദ റാറ്റ് എന്ന് പറയല്ലേ. ഇത് നമ്മൾ ദ ക്യാറ്റ് ഈറ്റൺ ഇതല്ലേ V3 എന്ന് പറയുന്നത്. ദ റാറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ശരിയല്ല, കാരണം V3 വന്നിട്ടുണ്ട്. V3 ഒറ്റയ്ക്ക് നിൽക്കില്ല, സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഇതിലേതെങ്കിലും വെച്ചിട്ട്, ഇതിൽ ഹാവ് ഫോംസ് വെച്ചാണ് എപ്പോഴും VA സപ്പോർട്ട് ചെയ്യുന്നത്. ദ ക്യാറ്റ് ഹാസ് ഈറ്റൺ ദ റാറ്റ്. ഇതിൻ്റെ പാസ്റ്റ് ആകുമ്പോൾ ദ ക്യാറ്റ് ഹാഡ് ഈറ്റൺ ദ റാറ്റ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ട് അറിയണം. V1, V2, V3, V4. അതിൽ V1ഉം V2ഉം മാത്രം ടെൻസും, ബാക്കിയൊക്കെ ടെൻസിനല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒരു ഫോംസിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിൾ എടുക്കാം. സിമ്പിൾ എന്ന് പറഞ്ഞ ഒരു വേർബിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമാണ്. വേർബിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോംസ് എന്ന് പറയുമ്പോൾ അത് V1ഉം V2 ആണ്. എന്ന് പറഞ്ഞാൽ അതിന് എളുപ്പം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ റൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം എടുത്തു. ഈ റൈറ്റിൻ്റെ കൂടെ നമുക്ക് ഡു ചേർക്കാം, അല്ലെങ്കിൽ റൈറ്റിൻ്റെ കൂടെ നമുക്ക് ഡസ് ചേർക്കാം. ഇത് നമ്മൾ സാധാരണഗതിയിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. ഇതിനകത്ത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഡു റൈറ്റ് എന്ന് പറയേണ്ട പകരം റൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഡസ് റൈറ്റ് എന്ന് പറയേണ്ട പകരം നമുക്ക് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി. ഇനി അതുപോലെ V2 വരുമ്പോഴത്തേക്ക് റൈറ്റ് ഡിഡ് റൈറ്റ് എന്ന് പറയേണ്ട പകരം റോട്ട് എന്ന് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ആണ്, അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ടാവും, ഈ ഓരോ സംഭവത്തിനും അടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമാണ് സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രസന്റിനും ആപ്ലിക്കബിൾ ആണ്, പാസ്റ്റിനും ആപ്ലിക്കബിൾ ആണ്, ഫ്യൂച്ചറിനും ആപ്ലിക്കബിൾ ആണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഇനി നമുക്ക് പ്രസന്റ് നോക്കുകയാണെങ്കിൽ, പ്രസന്റ് നമുക്ക് അറിയാം V1 ആണ് പ്രസന്റ് എന്നറിയാം. അപ്പോൾ പ്രസന്റ് സിമ്പിളിൻ്റെ പ്രസന്റ് ആണ്. അതേ സെയിം എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്. ദ ക്യാറ്റ് ഡാഷ് ഓൺ ദ വാൾ. അപ്പോൾ നമുക്കറിയാം ഇവിടെ V1 ആണ് നമുക്ക് പ്രസന്റ് ആണെങ്കിൽ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്, ഒന്നുകിൽ റൈറ്റ് വരണം അല്ലെങ്കിൽ റൈറ്റ്സ് വരണം. ക്യാറ്റ് സിംഗുലർ ആയതുകൊണ്ട് ഡസ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാറ്റ് ഇവിടെ സിറ്റ്സ് അല്ലേ, ഇപ്പോൾ റൈറ്റ് പറ്റില്ലല്ലോ, സിറ്റ്സ് അല്ലേ വരുന്നത്, സിറ്റ് ആണ് വരുന്നത്. അപ്പോൾ സിറ്റ്സ് ഓൺ ദ വാൾ. ഇനി ഇത് ദ ക്യാറ്റ്സ് എന്നാക്കുകയാണ്, ഒന്നിൽ കൂടുതലായി. ക്യാറ്റ് ഡാഷ് ഓൺ ദ വാൾ. അവിടെ പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഡു ഫോം യൂസ് ചെയ്യണം. അപ്പോൾ ഇത് ക്യാറ്റ്സ് സിറ്റ് ഓൺ ദ വാൾ എന്നായി. ഇനി ഐ യൂസ് ചെയ്യണം ഞാൻ, ഐ ഡാഷ് ഓൺ ദ വാൾ. ഐ വരുമ്പോൾ സിറ്റ് ഓൺ ദ വാൾ. ഇത്രയേ ഉള്ളൂ. പ്രസന്റ് സിമ്പിൾ കഴിഞ്ഞു, സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞു. ഇതേ സംഭവം നമ്മൾ പാസ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ ദ ക്യാറ്റ് ഡാഷ് ഓൺ ദ വാൾ. നമുക്ക് V2 ആണ് പാസ്റ്റിനെ കാണിക്കുന്നത്. അപ്പോൾ V2 ആകുമ്പോൾ ഡിഡ് ചേർന്ന സംഭവമാണ്. അപ്പോൾ സാറ്റ് ഇത് സെയിം ആണ്. ഇത് ക്യാറ്റ്സ് എന്ന് വരുമ്പോഴും സാറ്റ് ആവും, ഐ എന്ന് വരുമ്പോഴും സാറ്റ് ആവും, കാരണം അതിന് വേറെ രൂപങ്ങളൊന്നുമില്ല, ഡിഡ് ചേർന്നതേ ഉള്ളൂ. ഇനി ഫ്യൂച്ചർ വരുമ്പോൾ ദ ക്യാറ്റ് ഡാഷ് ഓൺ ദ വാൾ. അപ്പം നമ്മുടെ ഈ കോട്ട കഴിഞ്ഞു. ടെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന V1ഉം V2വേ ഉള്ളൂ. ഇത് പ്രസൻറ്റും ഇത് പാസ്റ്റും ആണ്. ഫ്യൂച്ചറിനെ കാണിക്കാൻ നമുക്കൊന്നുമില്ല. ഫ്യൂച്ചറിനെ കാണിക്കുന്നതായിട്ട് വേർബിൻ്റെ ഫോംസ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അവിടെ വിൽ അല്ലെങ്കിൽ ഷോൾ എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ട് അവിടെ ഉണ്ടാവും. ഇത് വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ എന്നാണ് അർത്ഥം. ഇത് ക്യാറ്റ് വിൽ. ഇനി ഇതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വേർബിൻ്റെ V1ഓ V2ഓ V3 V4ഓ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, V തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ദ ക്യാറ്റ് വിൽ
സിറ്റ് ഒന്നും ചേരാത്ത ഒരു കലർപ്പും ഇല്ലാത്തതാണ് ഈ സിറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡു പ്ലസ് സിറ്റ് എന്ന് പറയുന്ന സിറ്റ് അല്ല ഇത്. പല ഗ്രാമർ ടെക്സ്റ്റിലും V1 എന്ന് കൊടുത്തേക്കും. ഈ മോഡൽ ഓക്സിലറി കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും V1 യൂസ് ചെയ്യാൻ പറ്റില്ല, പകരം V ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ദ ക്യാറ്റ് വിൽ സിറ്റ് ഓൺ ദ വാൾ. അത് തന്നെയാണ് മറ്റ് പ്ലൂറൽ വരുന്നത്. ദ ക്യാറ്റ് വിൽ സിറ്റ് ഓൺ ദ വാൾ. then അടുത്തത് I will sit on the wall. സോ അപ്പോൾ നമ്മുടെ സിമ്പിളിന്റെ സംഭവം കഴിഞ്ഞു. The cats എന്നാണെങ്കിലും the cats will sit on the wall. ഇല്ല, വിൽ വന്നു കഴിഞ്ഞാൽ വിൽ വരുന്നില്ല. വിൽ അല്ലെങ്കിൽ ഷോർട്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എഴുതി ഈ മോഡൽ ഓക്സിലറീസിൽ ഏത് വന്നാലും അതിന് ശേഷം ഒരു വേർബ് വന്നു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് ഫോമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ക്യാൻ റൈറ്റ് എന്ന് നമ്മൾ പറയും. ക്യാൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ക്യാൻ റോട്ട് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ക്യാൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇതിൽ ഏത് സംഗതി എടുത്തു കഴിഞ്ഞാലും അതിന്റെ കൂടെ വേർബ് വന്നു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് ഫോം വി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. റൈറ്റ് ആണ് കറക്റ്റ്. ക്യാൻ റൈറ്റ് ബി മാത്രം, പക്ഷെ അതിലൊന്നും ചേർന്നിട്ടില്ല. ഇനി നമ്മൾ അടുത്ത സിമ്പിൾ കഴിഞ്ഞിട്ട് കണ്ടിന്യൂസിലോട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ 3 ടെൻസ് ഫോം കഴിഞ്ഞു. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ING ആയിരിക്കും. എവിടെ നോക്കിയാലും പ്രസന്റ് ആയാലും പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും അതിനകത്തൊരു ING ഉണ്ടെങ്കിൽ അത് വേർബിന്റെ കൂടെ ING ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ING ചേർന്ന് കഴിഞ്ഞാൽ ഒരു വേർബ് ഇൻസ്റ്റേബിൾ ആയിട്ട് മാറും. അതിനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബി ഫോംസ് എന്ന് പറയുന്നത്. ബി ഫോംസ് നമ്മൾ അവിടെ എഴുതി. പ്രസന്റ് ആണെങ്കിൽ ആം, ഈസ്, ആർ. ഇത് പാസ്റ്റ് ആണെങ്കിൽ വാസ്, വെയർ ആയിട്ട് മാറും. ഇത് രണ്ടും സിംഗുലറും ഇത് പ്ലൂറലും. ഇത് സിംഗുലർ, ഇത് പ്ലൂറൽ. ഇനി ഇതേ എക്സാമ്പിളിലോട്ട് വരാം. ദ ക്യാറ്റ് ഡാഷ് ഓൺ ദ വാൾ. നമുക്കറിയാം കണ്ടിന്യൂസ് ആണെങ്കിൽ ING വേണം. അപ്പോൾ സിറ്റിംഗ് എന്ന് വരും. സിറ്റിംഗ് ഓൺ ദ വാൾ എന്ന് വരും. സിറ്റിംഗ് ഇൻസ്റ്റേബിൾ ആണ്. ബി ഫോംസ് ഏതെങ്കിലും യൂസ് ചെയ്യണം. ബി ഫോംസ് ഇത് പ്രസന്റ് ആയത്. ഇപ്പം നമ്മളിത് പ്രസന്റ് അല്ലേ, കണ്ടിന്യൂസിന്റെ പ്രസന്റ് ആണ് എഴുതുന്നത്. അപ്പോൾ പ്രസന്റ് ആയതുകൊണ്ട് നമുക്ക് ദ ക്യാറ്റ് ആം സിറ്റിംഗ് ഓൺ ദ വാൾ പറയാൻ പറ്റില്ല. ആർ പ്ലൂറൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ദ ക്യാറ്റ് ഈസ് സിറ്റിംഗ് ഓൺ ദ വാൾ. ഇനി ഇത് ദ ക്യാറ്റ്സ് ആകുമ്പോൾ ആർ സിറ്റിംഗ് ഓൺ ദ വാൾ എന്ന് വരും. ആർ സിറ്റിംഗ് ഓൺ ദ വാൾ. ഇനി I ആണെങ്കിലോ I am sitting on the wall. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ പാസ്റ്റിലോട്ട് വരികയാണ്. പാസ്റ്റ് ആകുമ്പോഴും സെയിം തന്നെയാണ്. ദ ക്യാറ്റ് ഡാഷ് ഓൺ ദ വാൾ. പാസ്റ്റ് ആയാലും കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് വേർബിന്റെ കൂടെ ING വേണം. അപ്പോൾ സിറ്റിംഗ് ആണ്. ഇനി ഇതിന് ടെൻസ് തിരിച്ചറിയാൻ പറ്റുന്ന ആ ഓക്സിലറിയിൽ മാത്രമാണ്. പാസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈസോ ആമോ ആറും യൂസ് ചെയ്യാൻ പറ്റില്ല. സിംഗുലർ ആയതുകൊണ്ട് വാസ് യൂസ് ചെയ്യുന്നു. ചേഞ്ച് സംഭവിച്ചത് ഇവിടെ മാത്രമാണ്, വേറെ എല്ലാം സെയിം ആണ്. ദെൻ ദ ക്യാറ്റ്സ് വെയർ സിറ്റിംഗ് ഓൺ ദ വാൾ. ഇനി I ഡാഷ് സിറ്റിംഗ് ഓൺ ദ വാൾ എന്തുവരും? I was sitting on the wall. ഇത്രയേ ഉള്ളൂ. പാസ്റ്റ്, കണ്ടിന്യൂസ്. ഇനി ഇതാ ഫ്യൂച്ചർ. ഇത്ര സിമ്പിൾ ആണിത്. ദ ക്യാറ്റ് ഫ്യൂച്ചർ ആണെങ്കിൽ നമുക്കറിയാം വിൽ അവിടെ ഡിഫോൾട്ട് ആയിട്ടുണ്ടാവും. ഡാഷ് ഓൺ ദ വാൾ. കണ്ടിന്യൂസ് ആയതുകൊണ്ട് സിറ്റിംഗ് വരും. ഇനി ഇതിനെ ഓക്സിലറി വെച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഏത് ഓക്സിലറി ഉപയോഗിക്കും? ഇത് ക്യാറ്റ്. എന്തുകൊണ്ടാണ് അവിടെ ബി വരുന്നതെന്ന് അറിയാമോ? കാരണം ഇത് മോഡൽ ഓക്സിലറി ആണ്. മോഡൽ ഓക്സിലറി കഴിഞ്ഞിട്ട് ഓക്സിലറിയോ വേർബോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ബി വന്നത്. അല്ലെങ്കിൽ ഇവിടെ ആമോ ഈസോ ആറോ ഒക്കെ യൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ മോഡൽ ഓക്സിലറി ആയതുകൊണ്ട് ബി വന്നു. ദ ക്യാറ്റ്സ് വിൽ ബി സിറ്റിംഗ്. സെയിം ആണ്. സിറ്റിംഗ് ഓൺ ദ വാൾ. ഇനി I will അല്ലെങ്കിൽ I shall ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബി സിറ്റിംഗ് ഓൺ ദ വാൾ.
പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ടത്, പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം പെർഫെക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷനെയാണ് എപ്പോഴും പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ING എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ, പ്രസന്റ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള, പാസ്റ്റിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള, ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ. കംപ്ലീറ്റഡ് എന്നാണ് പെർഫെക്റ്റിന്റെ അർത്ഥം. അപ്പം പെർഫെക്റ്റ് എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ V3 ആണ്, അല്ലെങ്കിൽ നമ്മൾ V3 ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ V3യും ഇൻസ്റ്റേബിൾ ആയതുകൊണ്ട് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഹാവ് ഫോംസ് വെച്ചിട്ടാണ്. ഹാവ് ഫോംസിന് നമുക്ക് 3 സംഗതികളാണ് ഉള്ളത്. പ്രസന്റ് ആണെങ്കിൽ ഹാവും ഹാസും വരും, പാസ്റ്റ് ആണെങ്കിൽ ഹാഡ് വരും. ഇനി എളുപ്പമാണ്, അതിൽ പ്രസന്റ് നോക്കാം നമുക്ക്. പ്രസന്റ് ആണെങ്കിൽ ദ ക്യാറ്റ് ഡാഷ് ഓൺ ദ വാൾ. ഇപ്പോൾ V3 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സിറ്റിൻ്റെ V3 എന്ന് പറയുമ്പോൾ സിറ്റ്, സാറ്റ് തന്നെയാണ്. അപ്പോൾ സാറ്റ്, ദ ക്യാറ്റ് സാറ്റ് ഓൺ ദ വാൾ. പക്ഷേ ഇത് V3 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെറുതെ അതിനെ സപ്പോർട്ട് ചെയ്യാണ്ട് വിടാൻ പറ്റില്ല. ദ ക്യാറ്റ് ഹാസ് സാറ്റ് ഓൺ ദ വാൾ എന്ന് വരും. ഇനി അതുപോലെ ദ ക്യാറ്റ്, ഇത് ഈ സാറ്റ് വെച്ചിട്ട് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ റൈറ്റ് ആക്കാം. വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഇത് കൺഫ്യൂഷൻ ആയതുകൊണ്ട് വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഹി റൈറ്റ്സ് എ ലെറ്റർ എന്നുള്ള സംഭവം എടുക്കാം നമുക്ക്. അപ്പോൾ ഹി ഡാഷ് എ ലെറ്റർ. ഇപ്പോൾ റൈറ്റ് ആകുമ്പോൾ നമുക്ക് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസ് കിട്ടുമല്ലോ. റൈറ്റ്, റോട്ട്, റിട്ടേൺ. മറ്റേതാണെങ്കിൽ സിറ്റ്, സാറ്റ്, സാറ്റ് എന്ന് തന്നെ വരും. അപ്പോൾ അതിൽ V3 എന്ന് പറയുമ്പോൾ റിട്ടേൺ ആണ്. അപ്പോൾ ഹി റിട്ടേൺ എ ലെറ്റർ. ഹി റിട്ടേൺ എ ലെറ്റർ എന്ന് പറയുമ്പോൾ റിട്ടേൺ ഹൈലി ഇൻസ്റ്റേബിൾ ആണ്. ഹാവ് ഫോംസ് വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഹി സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഹി ഹാസ് റിട്ടേൺ എ ലെറ്റർ എന്ന് പറയും. ഇനി അതുപോലെ ദേ ഡാഷ് എ ലെറ്റർ. അതിൽ റിട്ടേൺ ഉണ്ട്. ദേ ആകുമ്പോഴത്തേക്ക് ഹാവ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദേ ഹാവ് റിട്ടേൺ എ ലെറ്റർ. ഇനി ഐ ഡാഷ് എ ലെറ്റർ. ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐ കഴിഞ്ഞിട്ട് എപ്പോഴും ഡു ഫോമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതെപ്പോഴും ഓർമ്മിച്ച് വെച്ചേക്കണം. അതുപോലെ ഡു എന്ന് പറയുമ്പോൾ പ്ലൂറലല്ലേ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ ഐ കഴിഞ്ഞിട്ട് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ ഹാവ്. ഐ ഹാസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ കഴിഞ്ഞിട്ട് എപ്പോഴും ഡു ഫോംസ് വരുന്നത്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പ്ലൂറലിനോട് ചേർക്കുന്ന കാര്യമാണ് ഓക്സിലറി ആണ് ചേർക്കേണ്ടത്. പ്രസന്റ് ആയി. ഇനി പാസ്റ്റ് സിമ്പിൾ ആണ്. ഹി ഡാഷ് എ ലെറ്റർ. ഹി ഹാസ് മാറ്റി ഹാഡ് ആക്കിയാൽ മതി. ഹാഡ് റിട്ടേൺ എ ലെറ്റർ. അതുപോലെ ദേ ഡാഷ് റിട്ടേൺ എ ലെറ്റർ. ഇവിടെ ഹാഡ് തന്നെ, ദേ ഹാഡ് റിട്ടേൺ. ഐ ഹാഡ് റിട്ടേൺ എ ലെറ്റർ. ലെറ്റർ. ഇനി ഫ്യൂച്ചറിലോട്ട് പോകാം. ഫ്യൂച്ചർ ഹി വിൽ അവിടെ എന്തായാലും ഉണ്ടാവല്ലോ. ഡാഷ് എ ലെറ്റർ. റിട്ടേൺ ഉണ്ട്, റിട്ടേൺ വേണമല്ലോ. ഹി വിൽ ഡാഷ് റിട്ടേൺ എ ലെറ്റർ. ഫ്യൂച്ചറിലല്ലേ V3. നമുക്ക് പെർഫെക്റ്റ് ആകുമ്പോൾ നമുക്ക് എന്തായാലും V3 ആണ് വരേണ്ടത്. അത് പ്രസന്റ് ആയാലും എന്താ പ്രസന്റിൽ V3 ആവുന്നത്, പാസ്റ്റിൽ V3 ആവുന്നത്, ഫ്യൂച്ചറിലും V3 വരും. അപ്പോൾ വിൽ കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ഫോമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെ റൂട്ട് ഫോം ഹാവ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഹാവ് വരുന്നത്. ഹി വിൽ ഹാവ് റിട്ടേൺ എ ലെറ്റർ. അതുപോലെ ദേ വിൽ ഹാവ് റിട്ടേൺ എ ലെറ്റർ. ഐ വിൽ ഹാവ് റിട്ടേൺ എ ലെറ്റർ. അത്രയും മതി.